ഇടുക്കിയിൽ ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലും പോളിംഗിൽ രണ്ട് സ്വഭാവം വ്യക്തമായി തന്നെ തെളിഞ്ഞു. കോതമംഗലത്തും മൂവാറ്റുപുഴയിലും തൊടുപുഴയിലുമാണ് ഉയർന്ന പോളിംഗ്. ഇടുക്കിയിലും പീരുമേടും ദേവികുളത്തും കുറഞ്ഞ പോളിംഗ് ആണ്. രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. രാഹുൽ, എന്താണ് ഈ പോളിംഗിലെ ഏറ്റക്കുറച്ചിലുകൾ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപീകൃഷ്ണൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നണികളുടെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് പോളിംഗ് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 76.26% പോൾ ചെയ്തെടുത്ത് നിലവിൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 64.5 മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ അതൊരു 70% വരെ പോയേക്കാം. പക്ഷേ അപ്പോഴും ബാക്കി 6.5% ഒരു വ്യത്യാസമുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തെ അത്രയും പോൾ ചെയ്യുകയാണ് എങ്കിൽ കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസിലേക്ക് പോയ വോട്ടുകളുണ്ട്, അത് നിഷ്പക്ഷ വോട്ടുകളുണ്ട്, അത് തിരികെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതിന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. മറിച്ച് UDF ക്യാമ്പിന്റെ ഒരു പ്രതീക്ഷ കഴിഞ്ഞ തവണത്തെ അത്രയും വോട്ട് പോൾ ചെയ്തിരുന്നെങ്കിൽ അവരുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ആ രീതിയിൽ തന്നെ നിലനിർത്താൻ കഴിയുമെന്നുള്ളൊരു ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും കണക്കുകൂട്ടൽ തെറ്റിയിരിക്കുകയാണ്. ഹൈറേഞ്ച് മേഖലയിൽ ഉടുമ്പൻചോലയിലാണ് ഏറ്റവും കൂടുതൽ പോൾ ചെയ്തിരിക്കുന്നത്. തോട്ടം മേഖലയിലെ വോട്ടുകളാണ്. അവർ രാവിലെയും വൈകിട്ടുമായി പരമാവധി വോട്ടുകൾ എത്തിച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ എടുത്തു പറയുകയാണെങ്കിൽ അത് MM മണിയുടെ മണ്ഡലമാണ് ഉടുമ്പൻചോല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MM മണിയുടെ ഭൂരിപക്ഷം 38,000-ഓളമായിരുന്നു.